ഹലോ, ഇന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇടത്തരം വലിപ്പമുള്ള ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി അരിഞ്ഞ ശേഷം ഒന്ന് അരച്ചെടുക്കണം. പാലിലാണ് അരച്ചെടുക്കുന്നത്, പച്ചപ്പാലാണ്, തിളപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് ആവശ്യത്തിന് എടുക്കുക. പാല് നമ്മൾ അരയ്ക്കുന്ന ഒരു പരുവം വരെ, അത് നമുക്കറിയാമല്ലോ എത്ര വെള്ളം ചേർക്കണമെന്നുള്ളത്. അപ്പോൾ അതേപോലെ ആ ഒരു പരുവത്തിൽ പാലെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യ് ഒഴിച്ച് ചൂടാക്കിയ ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഉപ്പും, ഞാൻ 1 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ക്യാരറ്റിന് അത്യാവശ്യം മധുരമുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഓവർ മധുരം ആക്കുന്നില്ല. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് പാലും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അതും പച്ചപ്പാലാണ്. പിന്നെ ഒരു 1/2 കപ്പ് റവയാണ് ചേർക്കുന്നത്. ഈ റവ ഞാൻ 1/2 കപ്പ് എന്ന് പറഞ്ഞാലും നമുക്ക് ചില സമയത്ത് അത് കുറുകി വരാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് നോക്കാം. അപ്പം ഞാനൊരു ഇത്തിരി കൂടി ചേർത്തു, അപ്പോഴാണ് അതൊന്ന് കട്ടിയായിട്ട് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവമാകുന്നതിന് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കി ആ വെള്ളമയൊക്കെ ഒന്ന് പോയി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പരുവാകുന്ന ആ സ്റ്റേജിൽ നമ്മൾ തീ ഓഫ് ചെയ്ത് ആറാനായിട്ട് വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും കുറച്ച് പാലെടുത്തിട്ട് ഒരു കപ്പ് പാല് എടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ ചെയ്യേണ്ടത് ഒരു 3 സ്പൂണ് കോൺഫ്ലവറും അതേപോലെ 3 സ്പൂണ് പാൽപ്പൊടിയും കൂടെ എടുത്ത് വയ്ക്കുക. അതിലോട്ട് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന പാലിനകത്തോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 3 സ്പൂണോ, അത് ഓവർ മധുരം വേണമെങ്കിൽ 3 സ്പൂണ്, ഞാൻ 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഓവറായ ഭയങ്കര മധുരമാവും. അപ്പോൾ അതും നമ്മൾ നോക്കിയിട്ട്, മധുരം ഓവറായിട്ട് വേണ്ടാത്തവർ അതനുസരിച്ചിട്ട് ചേർക്കുക. ഒരു ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ കോൺഫ്ലവർ പൊടിയും അതേപോലെ തന്നെ പാൽപ്പൊടിയും കൂടെ കുറുക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിശ്രിതം കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഒന്ന് കുറുകി കിട്ടുന്ന ഒരു പരുവം ആകുമ്പോഴത്തേന് നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ആ സമയം ഞാനിവിടെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഇത് ഉരുട്ടിയെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന ക്യാരറ്റും അതേപോലെ തന്നെ റവയൊക്കെയുള്ള ആ ഐറ്റം നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഉരുട്ടിയിട്ട് ഈ കുറുക്കി വെച്ചിരിക്കുന്ന പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി വേണമെങ്കിൽ കുറച്ച് മുന്തിരി, കാഷ്യൂനട്ട്, നമ്മുടെ കയ്യിൽ എന്താണ് ആ സമയം അവൈലബിൾ ഉള്ളത്, പിസ്തയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഉള്ളത് വെച്ചാൽ അതിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒന്ന് ആറിക്കഴിഞ്ഞ് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് കൊടുത്തു നോക്കി. അപ്പോൾ ആൾ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു, അടിപൊളിയാണെന്ന് പറഞ്ഞു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം എനിക്ക് ഈ പാലിൻ്റെ ഒരു ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. കുഞ്ഞിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഗുലാബ് ജാമിൻ്റെയൊക്കെ ഒരു വേറൊരു ടൈപ്പ്. അത് കഴിക്കുന്നിട്ട് പേര് പറയാവേ. എങ്ങനെയുണ്ട്? മുന്തിരി ഉണ്ടോ?